കൊനിച്ചിവ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വലിയൊരു യാത്രയാണ്. നമ്മൾ ക്യോത്തോയിലേക്ക് പോകാൻ പോവാണ്. കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് ബുക്ക് ചെയ്യാൻ പോയ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിൻജുക്കു സ്റ്റേഷനിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഷിൻജുക്കു സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതുണ്ട് ഇതുപോലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ചില വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇടിക്കുകയൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താണ്. ഇതിൽ കൂടെയൊക്കെ നമ്മളും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഷിൻജുക്കു സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിരുന്നു നമുക്ക് ബസ് ബുക്ക് ചെയ്യാനായിട്ട് വരേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ആദ്യമേ ബസ് ബുക്ക് ചെയ്യണം കേട്ടോ. സമയവും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ റേറ്റൊക്കെ നമുക്ക് നോക്കാം. വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും, ചില ഡേയ്സിലൊക്കെ ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ എലിവേറ്ററിൽ കൂടെ കയറി മുകളിലേക്ക് പോകണം. അവിടെ നിന്ന് ഒന്നോടെയും കുറച്ചും കൂടി മുകളിലേക്ക് പോകാനുണ്ട്. അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പം ടോക്കിയോ ടു ക്യോത്തോ പോയ വീഡിയോയും ഷോർട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മളിന്ന് ലഗേജൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. ലഗേജൊക്കെ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. ഇന്ന് പോയി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നാളെ വന്ന് ലഗേജൊക്കെ ആയിട്ട് വന്ന് നമ്മൾ നേരെ പോകാനുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. അതുപോലെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നന്നായിട്ട് അന്വേഷിക്കണമായിരുന്നു. കഴിഞ്ഞ തവണ പറയുമ്പോൾ നമ്മൾ 2 വർഷം മുന്നേ പോയതല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസീവ് ആണോ, എങ്ങനെയാണ് കാര്യങ്ങൾ, അതുപോലെ ബസ് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ വഴി ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ ഡയറക്റ്റായിട്ട് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്ന് പോവുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഡെയിലി യാമസാക്കി കാണാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ട് രാവിലെ അങ്ങനെ പോയാലും മതി. അവിടെ വേറെ കൺവീനിയൻസ് സ്റ്റോറൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യുന്ന കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ ചെന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ സ്വാഗതം ചെയ്ത് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡൗട്ട് ചോദിച്ചാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള മെഷീൻസുകളും അവിടെ ഉണ്ട്. ഞാൻ അതിനകത്തൊന്നും ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ചിലരൊക്കെ ബസ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഓരോ B4 എന്നൊക്കെ നിർത്തിയേക്കുന്നുണ്ടോ. അതുപോലെ ഓരോരോ സ്ഥലത്ത് ബസ്സുകൾ നിർത്തും, ഓരോരോ ഭാഗത്തേക്കുള്ള. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന മെഷീൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ അത് ചാർജ് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു കേട്ടോ, എങ്ങനെയാണ് ക്യോത്തോയ്ക്ക് ബസ്, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതിൻ്റെ ഒരു നോട്ടീസൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. ഇങ്ങനെയുള്ള ടൈമുകളാണ്. ആദ്യം 5000 സംതിങ് ഒക്കെ പറഞ്ഞു. പിന്നെ ഒസാക്കയിൽ ഇറങ്ങിയിട്ട് ബസ്സിന് പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ചു കേട്ടോ. റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിച്ച് വന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി ഇങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, അയ്യോ ഒരു ഇതുണ്ട്, ഒസാക്ക വഴി പോകണ്ട, ക്യോത്തോയിൽ തന്നെ ഇറങ്ങാൻ പറ്റും, നാളെയാണത് എന്ന് പറഞ്ഞിട്ട് 4600 ജാപ്പനീസ് സെന്നിന് നമുക്ക് പോകാൻ പറ്റും. അത് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ചീപ്പാണ്, ഒരുപാട് ചീപ്പല്ല, 5000 താഴെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതെനിക്ക് ദൈവാനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ബുക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും അത് ബുക്ക് ചെയ്ത് നമുക്കത് തീർന്നു പോയാൽ കിട്ടത്തില്ലല്ലോ. പിന്നെ നാളെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്തു. പുള്ളിക്കാരി അത് ബുക്കിങ്ങൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ച് തന്നു. ഇന്ന സ്റ്റേഷനുകളാണ്, ഇന്ന സമയത്താണ് എത്താൻ പോകുന്നത്. അതുപോലെ ടിക്കറ്റ് എടുത്ത് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്ത് മാർക്ക് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ക്യോത്തോ സ്റ്റേഷനിൽ ഇന്ന സമയത്ത് എത്തും, ഇതാണ്, പിന്നെ ഇവിടെ ഏത് ഇതിലാണ് വെയിറ്റ് ചെയ്യേണ്ടത്, A2 എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്, 20 മിനിറ്റിന് മുന്നേ വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. റെസിപ്റ്റ് വേണമെന്ന് ചോദിച്ചു. റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. ടിക്കറ്റിൻ്റെ കൂടെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്. പിന്നെ ഇനി നാളെ രാവിലെ വരണമല്ലോ. അപ്പം A2 എവിടെയാണെന്ന്, ഞാൻ നേരത്തെ പോയ ഒരു സ്ഥലം തന്നെയാണ്. നേരത്തെ ക്യോത്തോയ്ക്ക് പോയപ്പോഴും 2 വർഷം മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. ആ സെയിം സ്ഥലമൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നോക്കി വെച്ചിട്ട് ഞാൻ നേരെ രാവിലെ എഴുന്നേറ്റ് ലോക്കറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ നമ്മുടെ ലഗേജ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നമ്മൾ QR കോഡൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് ലഗേജ് എടുത്ത് ലഗേജും പെട്ടിയും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നേരെ ഷിൻജുക്കുവിലേക്ക് നടക്കുവാണ്. ഷിൻജുക്കു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഷിൻജുക്കു സ്റ്റേഷനിൽ തന്നെയാണ് ലോക്കറിൽ നമ്മൾ പെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസ് അല്ല എക്സിറ്റ്, ഏറ്റവും അടുത്തുള്ള എക്സിറ്റ് നോക്കി നടക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് പോയി ഷിൻജുക്കു നേരെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പാലം കാണാമായിരുന്നു. ആ പാലത്തിൻ്റെ അടിയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ കൂടെ പോവാം. ഇതിൻ്റെ ആ 2-3 തൂണുണ്ട്. അതിൻ്റെ അവിടെയാണ് ഇന്നലെ നമ്മൾ സ്ട്രീറ്റ് ഷോ കണ്ടത് കേട്ടോ. ഒരു ജാപ്പനീസ് പെങ്കൊച്ചെന്ന് പാടുന്നതൊക്കെ ഒരു പെർഫോമൻസ് കണ്ടത്. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 8:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിരാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ്. 9:50-നാണ് നമ്മുടെ ബസ്. അപ്പം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ ഷിൻജുക്കു സ്റ്റേഷനാന്ന് പറഞ്ഞിട്ട്.
അപ്പം അത് വൈകിട്ട് ഇച്ചിരി തിരക്കുള്ള സമയമായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടോ അധികം ആൾക്കാരും അവരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി എത്തി. എനിക്ക് സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ, ഞാൻ പറഞ്ഞില്ല 8:30 വന്നു, 9:50 നമ്മുടെ ബസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് യാത്ര പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ ഫോണൊക്കെ ചാർജ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പവർ ബാങ്ക് എടുത്ത് ഫോണെല്ലാം ചാർജ് ചെയ്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം വണ്ടി കയറി ഇനി 9:50 മുതൽ 4:30 വരെ സമയമുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, പഴയ വീഡിയോസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം, എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം, ലൈക്ക് കമൻറ്റ് ഇതൊക്കെ നോക്കാം, കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. സമയം മാക്സിമം ഉപയോഗിക്കണം ആ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി യമസാക്കിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് രാവിലെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നേരെ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് സമാധാനമായിട്ടിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു രാവിലെ തന്നെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പെടപെടപ്പ, കറക്റ്റ് സമയത്ത് എത്തുമോ, എല്ലാം റെഡി ആവുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു സ്നാക്സ് എടുത്തു. അതുപോലെ തന്നെ സ്നാക്സ് അങ്ങനെ ഞാൻ കഴിക്കാറില്ല, ഇനി വലിയ യാത്ര ചെയ്തുകൊണ്ട് ഇടയ്ക്ക് കഴിക്കാൻ തോന്നിയാലോ എന്നുള്ളൊരു തോന്നലാണ്, അതുകൊണ്ട് എടുത്താണ്. പിന്നെ 2 ഒനിഗിരി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം അങ്ങനെ കഴിച്ചിട്ടില്ല, പണ്ടൊക്കെ എപ്പോഴോ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ തമ്മി പേദം തൊമ്മെന്ന് പോലെ എനിക്ക് തോന്നിയ 2 ഒനിഗിരി ആയിരുന്നു അത്. പല ടൈപ്പ് ഒത്തിരി ഒനിഗിരികൾ ഇരിപ്പുണ്ടായിരുന്നു. സാമൺ ഫിഷ് വെച്ചിട്ടുള്ള ഒനിഗിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നോക്കി, പക്ഷേ എനിക്ക് അതവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് സാധനം എനിക്ക് കിട്ടിയില്ല. പിന്നെ ബില്ല് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഡെയിലി യമസാക്കിയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോകുന്ന വഴിക്ക് ഓരോന്നൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആയിട്ട് നേരെ പോയി. ഇനി കുറച്ച് അധികം സമയമുള്ളൂ കേട്ടോ. ഞാൻ കുറേ നേരം ഇന്ന് ഫോണൊക്കെ ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ ബോർഡിൽ സമയം കൊടുത്തിട്ടുണ്ട്, സമയവും ബസ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ബസ്സിൻ്റെ ടൈം കണ്ടോ, A2 ക്യോത്തോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കി വെച്ചു. ഇനി അധികം സമയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബസ് വരുന്നതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതായത് A2 പോകേണ്ടത്. അവിടെ അധികം പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വേറെ എന്തൊക്കെയോ ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ആളൊക്കെ അങ്ങോട്ട് പോകാനുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ സൈഡിൽ വന്നിങ്ങനെ നിന്നു. സമയം ഒന്നുകൂടെ നോക്കി കൺഫേം ചെയ്യട്ടെ, ഇനി എനിക്ക് മാറിപ്പോയതാണ്, 9:50 ആണോ 9:50 അങ്ങനെ ചില സമയത്ത് എനിക്കങ്ങനെ ടെൻഷൻ വരാറുണ്ട്. എന്നാലും സമയമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ അവിടെ നിന്നിട്ട് ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. മുഖത്ത് നല്ല ഉറക്കക്ഷീണമാണ് കേട്ടോ. ഇന്ന് യാത്ര ഉള്ളതുകൊണ്ട് ഉറക്കം അങ്ങനെ കറക്റ്റായിട്ട് ശരിയായില്ല. കിടന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ കണ്ണും തിരുമ്മി അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നു. അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബസ് വന്നു കേട്ടോ. 9:38 ഈ ബസ് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് സമയം നോക്കുകയും ചെയ്തു. നമ്മുടെ ബസ് 9:50 അപ്പോൾ ഒരെണ്ണം കൂടി പോയി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നതാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത്. പക്ഷേ ഞാൻ ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ്സായിരുന്നു കേട്ടോ ഇത്. 9:38 തുടങ്ങി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവർ മേടിച്ച് വെച്ച് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാവുമല്ലോ. അങ്ങനെ 9:50 കറക്റ്റായിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. ഇത്തവണ ഇത്ര അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ക്യോത്തോയിലേക്ക് പോകുമ്പോഴത്തേക്കും 5-ൽ താഴെ ആൾക്കാർ ഒരു ബസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഇതെങ്ങനെ മുതലാവും, ഇത് ഭയങ്കര നഷ്ടമല്ലേ എന്ന്. അപ്പോൾ ചിലപ്പം ഇന്നിപ്പോൾ ടിക്കറ്റിന് റേറ്റ് കുറവായതുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാരുള്ളത്. അങ്ങനെ ഓരോരോ വ്യത്യാസം വരും, നമുക്കറിയില്ലല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇത് നമ്മുടെ ലഗേജ് വെച്ചിട്ടുള്ള മഞ്ഞ 2 പേപ്പറുകളാട്ടോ. അത് നമ്മുടെ കയ്യിലേക്ക് തന്നു. റിംഗ് ലൈറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാഗ് എൻ്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ അവർ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അത് ലഗേജിൽ ബസ്സിൽ തന്നെ കയറ്റി വിട്ടേനെ. അങ്ങനെ കറക്റ്റ് 9:48 വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് 9:50 കറക്റ്റ് തന്നെ ബസ് എടുത്തു. അങ്ങനെ നമ്മൾ ഷിഞ്ചുക്കൂന്ന് നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 4:30 ആവും എന്തായാലും എത്തുമ്പോൾ, അങ്ങനെ ഒരു ടൈമാണ് അവർ പറഞ്ഞത്. അപ്പോൾ പയ്യെ ബസ് മൂവ് ചെയ്ത് തുടങ്ങി. നേരത്തെ ബസ്സിൽ കയറുന്ന സമയത്ത് സ്ലിപ്പർ അങ്ങനത്തെ കുറച്ചും കൂടി സൗകര്യമുള്ള ബസ്സായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയൊക്കെ ആയിരുന്നു, എന്നാലും കുറച്ച് എന്തൊക്കെയോ പ്രത്യേകത ഉള്ള പോലെ തോന്നി. സ്ലിപ്പർ നമുക്ക് തരും, അതിട്ടാണ് നമ്മൾ വണ്ടിയിലിരിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് എന്തോ ഒരു സ്പെഷ്യാലിറ്റി കുറവുള്ള പോലെ എനിക്ക് തോന്നി, എന്താണെന്നറിയത്തില്ല. അന്നത്തെ കുറേ സൗകര്യങ്ങൾ എന്തൊക്കെയോ ബസ്സിലുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിലിരുന്ന ആൾ കർട്ടനൊക്കെ വലിച്ചിരുന്നുണ്ട്. ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഉറങ്ങണോ വീഡിയോ എഡിറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാം, ആദ്യമേ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങാം. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ കുറേ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചങ്ങനെ കിടന്നു. പിന്നെ ബസ്സിൽ ഇവിടെ AC കാര്യങ്ങൾ, കാറ്റ്, തണുപ്പ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സ്വിച്ച് അമർത്തണമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഹൈവേ ബസ്സാണല്ലോ, അപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. കാലൊന്നും നീട്ടി അങ്ങനെ ഒന്നും വെക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇടണം, നിർബന്ധമാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് നല്ല ബാമ്പു ഇങ്ങനെ ഇടതൂർന്ന് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കണതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. മഴയും തുടങ്ങി കേട്ടോ. ആദ്യം നല്ല ചൂടായിരുന്നു,
പിന്നെ മഴയായി. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നല്ലൊരു വൈബിൽ ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ സ്നാക്സ് കഴിച്ചില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് മഴയത്ത് ശരിക്കും പറഞ്ഞാൽ മറന്നും പോയി. അല്ലെങ്കിൽ സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ചുകൊണ്ടങ്ങ് അങ്ങ് പോവായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു 12 മണിക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി. അപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ പേഴ്സ് ഞാൻ ലഗേജിൻ്റെ കൂട്ടത്തിൽ വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇറങ്ങി ഫുഡൊന്നും മേടിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഇറങ്ങി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക വൈബായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിന്നു. പിന്നെ കഴുത്തിങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ച് യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് പെടലിക്ക് നല്ല വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. മുഖമൊക്കെ എന്തോ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖം നീണ്ടു പോയാലോ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. സമയമൊക്കെ വണ്ടിയിൽ എഴുതി കാണിക്കട്ടെ. ഇത്ര സമയത്തിനുള്ളിൽ ബ്രേക്ക് തീരും, ഇത്ര സമയത്തുള്ളിൽ വന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടായിരുന്നല്ലോ. ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ ഞാൻ ഇടയ്ക്ക് കഴിച്ചു. ഇനി ആകെ ഉള്ളത് നമ്മുടെ സ്നാക്സാണ്. അപ്പോൾ എന്തായാലും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെയും അങ്ങനെ ഇരുന്നു. അപ്പോൾ ഓടി വന്ന് കയറണമുണ്ടോ ചിലർ. അപ്പോൾ അതങ്ങനെ ഇവിടെ ഉണ്ടിട്ട് അങ്ങനെ സമയത്തിനൊക്കെ ഓടി വന്ന് കയറണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വീണ്ടും എടുക്കുവാണ്. കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയി. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. പക്ഷേ നല്ല അതായത് മലകൾ, പുഴകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഇത്ര നേരം ഇരുന്ന് പോവല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. വീടുകളൊക്കെ അടുത്തടുത്ത് ഉള്ള നല്ല ഭംഗിയുള്ള, നമ്മൾ ഈ സിനിമകളിലും അതുപോലെ വലിയ വൈറലായിട്ട് വരുന്ന റീലുകളിലൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ പോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതങ്ങനെ കണ്ടു. പിന്നെ വീണ്ടും മഴക്കോള് കണ്ടു. ഇടയ്ക്ക് വെയിൽ വരും, പിന്നെ ഭയങ്കര മഴക്കോള് കാണും. ക്യോത്തോയിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ ക്യോത്തോയിലുണ്ടായിരുന്ന ഈ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. വേർത്ത് കുളിച്ചാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോയതും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയതും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു. അങ്ങനെ പിന്നെ അടുത്ത ബ്രേക്കായി. 2ാമത്തെ ബ്രേക്കും ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഇറങ്ങി. പക്ഷേ എൻ്റെ കയ്യിൽ പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാനൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാനത് വ്ളോഗാക്കി കാണിച്ചിരുന്നു, നിങ്ങളെ കാണിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെയും റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയി മുടിയൊക്കെ ഒന്ന് ചീകി. അങ്ങനെ പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പോലെ തടിയിലാണ് കുറേയൊക്കെ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ബസ് വന്നു. അതിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബസ്സുകളൊക്കെ വന്നു പോകും. അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങും. അങ്ങനെ റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഭയങ്കര കുറച്ചും കൂടി എക്സ്പെൻസീവ് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബസ് സർവീസാണെന്ന് തോന്നുന്നു. അപ്പം അതിലൊന്നും ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. അടിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കിടത്തുനിന്ന് പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല. അങ്ങനെ വീണ്ടും ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. ബ്രേക്കിന് അധികം ഭൂരിപക്ഷം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെയാണ് അങ്ങനെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും ഇങ്ങനെ പോവുകയാണ്. ഇനി 3ാമത്തെ ബ്രേക്കാണ് കേട്ടോ വരാൻ പോകുന്നത്. 3 ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ 4ാമത്തെ നമ്മൾ ക്യോത്തോയിൽ സ്റ്റേഷനിലേക്ക് എത്തും. എക്സ്പെൻസ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ബസ് എടുത്തിട്ട്. അല്ലെങ്കിൽ നൈറ്റ് ബസ്സിന് വരുവാണെങ്കിൽ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും ചെയ്യും. പകൽ പക്ഷേ ഉറക്കം വരാൻ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ അടുത്ത റെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകാൻ കേട്ടോ. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. ഇതുപോലെ എഴുതി കാണിക്കും നമ്മുടെ സമയം. പിന്നെ ഡ്രൈവർ ഇങ്ങനെ നോക്കി നിൽക്കും ആരൊക്കെ ഇറങ്ങണേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ വീണ്ടും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഓരോരോ ഏരിയയിലെത്തുമ്പം പ്രത്യേകം ഭംഗിയുള്ള പല ടൈപ്പ് സ്ഥലങ്ങളാണ് കാണുന്നത്. അങ്ങനെ ക്യോത്തോ എത്താറായി. ക്യോത്തോ എത്താൻ എനിക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നു നമ്മൾ ക്യോത്തോ എത്താൻ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ കറക്റ്റ് അവർ പറഞ്ഞ പോലെ തന്നെ 4:30 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് ഇവർക്ക് ഒരു സമയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്യോത്തോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അവിടെ എഴുതി കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാവരും ബാഗ് എടുക്കാനും പാക്ക് ചെയ്യാനും ബാഗിൻ്റെ സിബ് തുറക്കണ സൗണ്ട്, അടയ്ക്കണ സൗണ്ട്, അതൊക്കെ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ റെഡിയായി. ഇത്രയും നേരം ഒരു വലിയ ജേർണി അല്ലായിരുന്നോ. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി ബാഗും ലഗേജുകളൊക്കെ മേടിച്ചു. ഇനി ക്യോത്തോയിലെ വിശേഷങ്ങൾ, ജോലി, വിസ, പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്ര യാത്ര ചെയ്തു വന്ന ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റണം, റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.